വായന കൂടാതെ പിന്നെയുള്ളത് മോഷണം. മോഷണോ? അത് പ്രതീക്ഷിച്ചില്ല. എനിക്ക് മോഷ്ടിക്കുന്ന ഇഷ്ടമായിരുന്നു. സീരിയസ്ലി? ആ സത്യം പറയണട്ടാ. അതെ, മോഷണം ഇഷ്ടായിരുന്നു. ചെറിയ ചെറിയ എനിക്ക് ഇഷ്ടം തോന്നുന്ന ചില ചെറിയ സാധനങ്ങളൊക്കെ ഞാൻ മോഷ്ടിക്കും. എവിടുന്ന്? അത് കിട്ടുന്നിടത്തുനിന്ന്. അങ്ങനെ മോഷ്ടിച്ചൊരു സാധനത്തിന്റെ പേര് പറ. അത് ഒരുപാട് കാലം എൻ്റെ ഹോബി തന്നെയായിരുന്നു. കല്യാണം കഴിക്കുന്നതിന് മുമ്പ്, അതായത് ആ 1.5 വർഷം ഇത് പറഞ്ഞില്ലേ, ആ സമയത്ത് എൻ്റെ വീട്ടിൽ ഞാൻ താമസിക്കുന്ന ഒരു വീട് വാടക എടുത്താണ്, അല്ലാതെ വേറെ സൗകര്യങ്ങളില്ല. അവിടെ ഉണ്ടായിരുന്ന പാത്രങ്ങൾ, ഈ ഇതൊക്കെ, ആ പാത്രങ്ങളൊന്നും മോഷ്ടിച്ചല്ല, അതെല്ലാം ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ച അല്ല. പക്ഷെ അവിടെ ഈ ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് വരുന്ന കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഈ കുരുമുളകും ഉപ്പും ഇടുന്ന സോൾട്ട് ആൻഡ് പെപ്പർ, അതിൻ്റെ ചെറിയ ഡപ്പികളുണ്ട്, മഞ്ഞ നിറമാണ്. അന്ന് മഞ്ഞ നിറമായി. അതൊരു 10-100 എൻ്റെ കയ്യിൽ കാണും. വെറുതെ? ആ, ഓക്കെ, കളറാണ് ഇരിക്കണത്. 10-100 ഡബ്ബകൾ അവിടെ മോഷ്ടിച്ചിട്ടുണ്ട് അല്ലേ? കാണും, അത്രയും കാണും. പിന്നെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? പിന്നെ അവിടെ നിന്ന് കേക്കുണ്ട് കേട്ടാ, മോളിച്ചിരിക്കുക അവിടെ നിന്നിട്ട്. പ്രധാനമായിട്ട് മോഷ്ടിച്ചിരുന്നത് പുസ്തകങ്ങളാണ്. ഓക്കെ. വായന എന്ന് പറഞ്ഞാൽ അന്ന് വായനയല്ലാതെ വേറൊരു മാർഗമില്ല. നമുക്ക് വേറൊന്നിൽ കൂടി സഞ്ചരിക്കാൻ ഉള്ള സ്പേസ് ഇല്ല. പുസ്തകം മോഷ്ടിക്കാൻ. ഇപ്പൊ വായിച്ച് വായനകളിലെ നല്ല നല്ല കഥാപാത്രങ്ങൾ പോലെ നല്ലൊരു പ്രണയിതാവായിരുന്നോ പ്രകാശ് പോൾ സർ എന്ന് ചോദിച്ചാൽ? പ്രണയിതാവെന്ന് വെച്ചാൽ അതിന് ഭയങ്കര ഒരു റൊമാൻറ്റിക് ഹീറോ ഒക്കെ ആയിരുന്നു. ഐ മീൻ റിയൽ ലൈഫിൽ കേട്ടോ. റിയൽ ലൈഫിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഒട്ടും റൊമാൻറ്റിക് അല്ല. അല്ലേ? പിന്നെ അനുകരിക്കാൻ എനിക്കൊരു തോന്നിയിട്ടുള്ളത് അവര് റൊമാൻറ്റിക്കാണ്. അത് പക്ഷേ കുറെ എനിക്കൊരു 16 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് അംഗീകരിക്കാൻ ആഗ്രഹം തോന്നിയിട്ടുള്ള 2 പ്രേം നസീറിനെ അംഗീകരിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. സത്യനെ അംഗീകരിക്കണമെന്ന് തോന്നിയിട്ടില്ല. പക്ഷേ കമൽഹാസൻ അംഗീകരിക്കണം എന്ന്